ഞങ്ങൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സന്തോഷം തന്നാൽ ഞങ്ങൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ലേഡീസിൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്. എങ്ങായിട്ടിരിക്കണമെങ്കിലും അതുപോലെ എനർജറ്റിക് ആയിട്ട് ഇരിക്കണമെങ്കിലും നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് നമുക്ക് ഫിസിക്കലിയും മെൻ്റലിയും ഫീൽ ചെയ്യണമെങ്കിൽ ഓൾവേസ് ഹാപ്പി ആയിട്ടിരിക്കണം. എനിക്ക് തോന്നുന്നു പ്രായവും ഹാപ്പിനെസ്സും തമ്മിൽ ഒരു ചെറിയ കണക്ഷനുണ്ട്. കാരണം ഇന്നിവിടെ ഞാൻ ഒരു ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചതിൽ ഞാൻ ചോദിച്ചു, ചേട്ടൻ വൈഫിനെ കൊണ്ടുവരാൻ എന്താ? അയ്യോ 10-65 വയസ്സായി, ഞാൻ എങ്ങനെയാ എന്ന് ചോദിച്ചു. ഞാൻ 65 പ്രായം വല്ലതുമാണോ? ചേട്ടൻ എന്തൊരു എങ്ങാണ് അടുത്ത പ്രാവശ്യം ഭാര്യയും കൊണ്ടുവരണം. കാരണം ഫാമിലി ആയിട്ട് വരുന്നതിൻ്റെ ഒരു പ്രത്യേകത വേറെ തന്നെയാണ്. വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന വൈഫിനെയൊക്കെ പല കാര്യങ്ങൾക്കും കൊണ്ടുപോവുകയാണെങ്കിൽ എന്തുമാത്രം ഹാപ്പി ആയിരിക്കും അവർ, ഇല്ലേ? അതുമാത്രമല്ല, ബിസിനസ് ആയാലും ലൈഫിലായാലും അപ്സ് ആൻഡ് ഡൗൺസ് ഒത്തിരി ഉണ്ടാവും പല രീതിയിൽ, ഇല്ലേ? അതിനെല്ലാം നമ്മൾ ഓവർ തിങ്കിങ് ചെയ്ത് അതിനെ മനസ്സിലിട്ട് ഇങ്ങനെ കൂട്ടി വെച്ച് പെരുപ്പിക്കാതെ അതിനെ എത്രയും പെട്ടെന്ന് ഡൈവേർട്ട് ചെയ്യാൻ നോക്കണം സന്തോഷത്തിലേക്ക്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആരോഗ്യത്തിൻ്റെ പ്രധാന ഒരു പാർട്ടാണ് ഹാപ്പിനെസ് എന്ന് പറഞ്ഞാൽ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലേഡീസിൻ്റെ കാര്യം പറഞ്ഞാൽ അവർക്ക് ജോലി ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങളുണ്ടാവും, ഒത്തിരി കാര്യങ്ങളുണ്ടാവും, ഒത്തിരി ട്രാജഡീസും ലൈഫ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. പക്ഷേ അതിനെ നമ്മൾ എങ്ങനെ ഓവർകം ചെയ്യണോ, അതിനെ ഡൈവേർട്ട് ചെയ്ത് എങ്ങനെ ഹാപ്പിനെസ്സിലോട്ട് കൊണ്ടുവരാം, അതാണ് നമ്മൾ ലേഡീസ് അത്രയും സ്ട്രോങ് ആയിട്ട് ഇരുന്നാൽ മാത്രമേ നമുക്ക് പല കാര്യങ്ങളും വീട്ടിലെ അറ്റ്മോസ്ഫിയറും ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നമുക്കറിയാം ഇൻഫോസിസ് നാരായണമൂർത്തി അല്ലെങ്കിൽ അംബാനി, ഇവരുടെ എല്ലാം ലൈഫിലെ സക്സസിൻ്റെ പുറകിൽ ദർ ഇസ് എ ലേഡി, ഇവരുടെ ഭാര്യമാരാണ്, അല്ലേ? നമ്മളെല്ലാവരും ബിസിനസ് ടോക്ക് ചെയ്യുമ്പോഴും എല്ലാം പറയുന്നതാണ്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ ലേഡി. അതുപോലെ തിരിച്ചു ആയാൽ എന്താണ്, ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ ലേഡി ദർ ഇസ് എ മാൻ. നിങ്ങൾ ജെൻസാണ് അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, അല്ലേ? ആദ്യം പറഞ്ഞു ലേഡീസ് ചില സമയത്ത് ഭദ്രകാളിയാവും. ഞങ്ങൾക്ക് ഒരു സമയം ഭദ്രകാളി ആവാൻ പറ്റും, ഒരു സമയം മഹാലക്ഷ്മി ആവാൻ പറ്റും. അതിന് പങ്ക് നിങ്ങൾ ജെൻസിൻ്റെയാണ്. സത്യം പറയാൻ ജെൻസിൻ്റെ ഭാഗത്ത് ഒരു പ്രധാന ഫോൾട്ട് ഉണ്ട്, പറയാതിരിക്കാൻ വയ്യ. കാരണം മാക്സിമം നമ്മൾ ലേഡീസ് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അപ്രീസിയേഷൻ കൊടുക്കാറുണ്ടോ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. നമുക്കൊരു ചെറിയ അപ്രീസിയേഷൻ മതി ഭൂലോകം കീഴടക്കിയ പോലെ ഫീലിംഗ് ഉള്ള ആ സന്തോഷം നമുക്ക് ലേഡീസിന് കിട്ടാൻ. അത് എന്ന് നിങ്ങൾ മനസ്സിലാകുന്നു അന്ന് വീട്ടിലെ അന്തരീക്ഷം അടിപൊളിയാവും. അതുമാത്രമല്ല, ഒത്തിരി സ്ട്രെസ് കൂടുതലെടുക്കുന്ന ലേഡീസാണ് ജെൻസിനേക്കാളും, ഇല്ലേ? മാക്സിമം നമുക്ക് എൻജോയ് ചെയ്യുന്നതും ഹസ്ബൻഡിൻ്റെ കൂടെ ട്രിപ്പിന് പോകണമെന്നും എല്ലാ കാര്യം ഭയങ്കര ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്ക് വീട്ടിലെ കാര്യങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളോട്ട് മെൻ്റലി സ്ട്രെസ്ഡാണ് നമ്മളെപ്പോഴും. അതെന്തുകൊണ്ടാണ്? ഓവർ തിങ്കിങ് ആണ് നമ്മുടെ കുഴപ്പം, ഇല്ലേ? ലേഡീസിൻ്റെ ഏറ്റവും മെയിൻ കുഴപ്പം ഓവർ തിങ്കിങ് ആണ്. എനിക്കൊണ്ട് ജെൻസിന് അത്രയ്ക്ക് ഓവർ തിങ്കിങ്, ചെറുതായിട്ടൊക്കെ സംസാരിക്കും, കാര്യങ്ങളൊക്കെ പറയും, പെട്ടെന്ന് തന്നെ അവരത് ഡൈവേർട്ട് ചെയ്യും. പക്ഷെ നമ്മളതല്ല, മാക്സിമം ഓവർ തിങ്ക് ചെയ്ത് അത് സ്ട്രെസ്സ് കൂട്ടി നമ്മൾക്ക് പല വിധത്തിലുള്ള ഹെൽത്ത് ചലഞ്ചസ് ഉണ്ടാക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഓവർ തിങ്കിങ് ഒഴിവാക്കാൻ ഒരേ ഒരു സൊല്യൂഷനേ ഉള്ളൂ, ഫുൾ ടൈം ബിസി ആയിട്ടിരിക്കുക. ഇപ്പം വർക്ക് ചെയ്യുന്നവരാണെങ്കിലും വർക്ക് ചെയ്യുന്ന നമുക്ക് ചിലപ്പം നല്ല സാലറി കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിൽ നമ്മൾ പാഷനായിട്ടായിരിക്കും. ഇപ്പം ടീച്ചർ ജോലി ആണെങ്കിൽ തന്നെ അതിൽ പാഷനായിട്ട് ഉള്ളത് കൊണ്ടായിരിക്കും നമ്മൾ ആ ജോലി കൊണ്ടുപോകുന്നത്, ഇഷ്ടത്തോടു കൂടിയായിരിക്കും ആ ജോലി തുടങ്ങിയത്. പക്ഷേ ഇപ്പം ചിലപ്പോൾ ചോദിച്ചാൽ അവർ പറയും അത്രയും സാലറി കിട്ടുന്നുണ്ടല്ലോ, ജോലിയിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാന്നേ പറയാറുള്ളൂ. പക്ഷേ സൈഡായിട്ട് എന്തെങ്കിലും പാഷൻ, ലേഡീസിന് എന്തൊക്കെ കാര്യങ്ങൾ, മൾട്ടി ടാലൻറ്റഡ് ആണ് ലേഡീസ്. അത് നിങ്ങൾ ജെൻസാണ് അത് പൊടി തട്ടിയെടുക്കേണ്ടത്. എന്തൊക്കെ ടാലൻസ് നിങ്ങളുടെ ഭാര്യമാരിലുണ്ട്, അത് ചെറിയൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ മാക്സിമം അപ്രീഷിയേറ്റ് ചെയ്യുക. ഞാൻ ഒരാൾ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, 21 days ഹാപ്പിനെസ് ചലഞ്ച്. 21 days നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കാന്നല്ല കേട്ടോ, 21 days ചലഞ്ച് എടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾക്കറിയാം കടലിൽ ഭയങ്കര പ്രക്ഷോഭം നടക്കുമ്പോൾ കുറച്ച് നേരം കപ്പൽ നങ്കൂരം ഇടാറുണ്ട്. കാരണം ആ ഒരു ഇത് മാറുന്നവരെ കപ്പൽ നങ്കൂരമായിട്ട് കിടക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ ഭയങ്കരമായിട്ട് കൂടി നിൽക്കുമ്പോൾ, പ്രശ്നത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്ത് ഒന്നും നങ്കൂരം ഇടുന്നത് നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ ആ 21 days നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോ കംപ്ലൈൻറ്റ്സ്, നോ ബ്ലെയിമിങ്, നോ ക്രിറ്റിസിസം, നോ സെൽഫ് ഡൗട്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കണം. ആ ഒരു 21 days നമ്മൾ പറയുന്ന ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോയാൽ 22nd day നമ്മൾക്ക് ഭയങ്കര ഒരു സെൽഫ് ഡിസിപ്ലിൻ നമുക്ക് കൈവരും. ശരിയാണോ? നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, ആരെങ്കിലും ഒന്ന് ചെയ്ത് നോക്കി അറിയാം. ഞാൻ ചെയ്യുന്നുണ്ട്. ആ 21 days നമുക്ക് ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു ദിവസം ടഫായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ദിവസം നല്ല സന്തോഷമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഔട്ടിങ്ങിന് പോവുക, വൈഫുമായിട്ട് ഒരു ഫിലിമിന് പോവുക, പാർക്കിൽ പോവുക,
അല്ലെങ്കിൽ കുട്ടികളായിട്ട് എൻജോയ് ചെയ്യുക, നല്ല ഫുഡ് കഴിക്കാൻ ഹോട്ടലിൽ പോവുക, മാക്സിമം ഹാപ്പി ആയിട്ടിരിക്കുക. ഇതിൻ്റെ എല്ലാം മെയിൻ ഉറവിടം എന്താണെന്ന് വെച്ചാൽ സന്തോഷം, ഹാപ്പി ആയിട്ട് നമ്മളിരിക്കുക. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ കളർഫുള്ളായിട്ടൊരു ലൈഫ് ഉണ്ടാവണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹസ്ബൻഡ് ആൻഡ് വൈഫും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ എന്ത് പ്രോബ്ലംസ് അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടെങ്കിലും ഹസ്ബൻഡായിട്ട് ഷെയർ ചെയ്യാൻ പഠിക്കുക. എന്ത് കാര്യങ്ങളുണ്ട് ഡിസിഷൻ എടുക്കാനും അവരുമായിട്ട് ഷെയർ ചെയ്ത് എല്ലാ കാര്യങ്ങളും തീരുമാനം എടുക്കാനുള്ള എല്ലാം, എന്നാൽ മാത്രമേ നമ്മുടെ ലൈഫ് കളർഫുൾ ആവുള്ളൂ. അതുകൂടാതെ ജെൻസിന് വേണ്ട ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ട് പോവാം, സെൽഫ് ഡിസിപ്ലിൻ. ഈ 21 ഡേയ്സ് നിങ്ങളെല്ലാവരും എടുക്കുവാണെങ്കിൽ എല്ലാ വീട്ടിലും സന്തോഷവും സമാധാനവും എല്ലാം ഉണ്ടാവും. കാരണം നമ്മൾ എപ്പോഴും ഭദ്രകാളിയാവുന്നത് നിങ്ങൾക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലാത്തപ്പോഴാണ്. ആലോചിച്ച് നോക്കിയാൽ അറിയാം അല്ലേ, സത്യമുള്ള കാര്യമാണ്. പക്ഷേ നമ്മളെ കൊണ്ട് ഇതെല്ലാം ചെയ്യാൻ പറ്റും. ഞങ്ങൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. സന്തോഷം തന്നാൽ ഞങ്ങൾ എന്തും അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. ലേഡീസിൻ്റെ കഴിവുകൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാഞ്ഞിട്ടാണ്.